അതെന്തിനാ? സിനിമാ ഫീൽഡും അതുമായിട്ട് തട്ടിച്ച് വലിച്ചഴിക്കുന്ന രാഷ്ട്രീയവുമായിട്ട് ഓരോ ഫീൽഡിനെയും രാഷ്ട്രീയത്തെ ഇപ്പം നശിപ്പിക്കാനാണോ? അതൊക്കെ ഈ തൽപര കക്ഷികൾ ഓരോന്ന് പറയുന്നതാ. MLA സ്ഥാനം രാജിവെക്കുന്ന ജനപ്രിയരല്ലേ അവരൊക്കെ? അങ്ങനെയല്ലേ അവർ തിരഞ്ഞെടുത്തത്? അതിനിപ്പം സിനിമാക്കാർ പറയുന്ന കേട്ടോണ്ട് അവരെ ആ സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ര നന്മയായിട്ട് തോന്നുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ തീർച്ചയായിട്ടും എത്ര പടം ഞാൻ തന്നെ എനിക്കിനി 13 പടം ഞാൻ ചെയ്തു ജയ 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 ഹേ കഴിഞ്ഞതൊക്കെ ഓരോന്നോരോന്ന്. ഇപ്പോൾ 3 സിനിമ അടുത്ത സമയത്ത് റിലീസാകും. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നമ്മുടെ ഭാവി, നമ്മുടെ ഉപജീവന മാർഗം. അതിനൊക്കെ ഈ തളർച്ച ഉണ്ടായാൽ നമ്മളെ മൊത്തത്തിൽ നമ്മുടെ ജീവിതം തളർന്നു പോകുന്നു. അങ്ങനെ ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പോയിട്ടുള്ളവർ നമുക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും അപ്പോൾ പ്രതികരിക്കണം. അല്ലാതെ കുറച്ച് സമയം കഴിഞ്ഞ് എന്നേലും നടന്ന കാര്യം എപ്പോഴേലും കുത്തിപ്പൊക്കി ഫീൽഡിനെ നശിപ്പിക്കുന്നതല്ല. അപ്പോഴേ തന്നെ പ്രതികരിക്കണം. ഇഷ്ടമില്ലാത്തവർ പോകണ്ട, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും അന്വേഷിച്ച് പിന്നെ അത്തരം ഹീനമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ശിക്ഷിക്കപ്പെടട്ടെ. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ഈ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നല്ല വേഷങ്ങൾ കിട്ടി മുൻനിരയിൽ നിൽക്കുന്നവരൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അല്ലാതെ ഉള്ളത് ഞങ്ങൾക്കറിയത്തില്ല ആർട്ടിസ്റ്റുകളെ. നമ്മളൊക്കെ കുഞ്ഞിലേ മുതൽ കാണുന്ന എത്രയോ നടീനടന്മാർ, എത്രയോ കലാകാർ സിനിമാ ഫീൽഡിലുണ്ട്. അവരാരും ഇത് പറഞ്ഞു കേട്ടില്ല. കുറച്ച് ആൾക്കാർ മാത്രം ഇതിനെ എതിർത്തിപ്പം അവർക്ക് വേഷം കിട്ടാത്തതിൻ്റെ ആണോ എന്തെന്നും അറിയത്തില്ല. എന്നാൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ പുറകെ വരും കുത്തുകാല് വെക്കാൻ. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും, നമ്മളിതിലൊന്നും പെടാത്തവരാണ്. പാവപ്പെട്ടവർ ജീവിച്ചോട്ടെ എന്ന് കരുതി ഫീൽഡിനെ നശിപ്പിക്കരുത്. അതെനിക്കറിയില്ല. ഞാൻ നന്മയിലില്ല. ഇല്ല. അമ്മ സംഘടനയിലില്ല. ഇനി അംഗത്വം എടുക്കാൻ എനിക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടില്ല. സാമ്പത്തികമില്ല. തന്നെയല്ല, ഇനി നല്ല രീതിയിൽ അത് പ്രവർത്തനം മുന്നോട്ട് പോവുക. അതിനനുസരിച്ച് അംഗത്വം എടുക്കാൻ എനിക്ക് സാമ്പത്തികം ഉണ്ടാകുവാണെങ്കിൽ നല്ലതെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും. അംഗത്വം എടുക്കാൻ സമീപിച്ചിട്ടില്ല. ഇടവേള ബാബുവിനെ വിളിച്ച ഒരു വേഷം, എൻ്റെ നാടകങ്ങളൊക്കെ വഴിമുട്ടി നിന്നപ്പോൾ ഇടവേള ബാബുവിനെ വിളിച്ച് ഞാൻ ഒരു വേഷം അമ്മ സംഘടന വിചാരിച്ചാൽ പാവപ്പെട്ട കലാകാരിക്ക് ജീവിത മാർഗമാകും. അതുകൊണ്ട് എനിക്കൊരു വേഷം തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഒരു ബെഞ്ചിൽ ഒരു കത്ത് കൊണ്ടുവെക്കാം. ഞാൻ അതിനൊന്നും പോയതുമില്ല, ഒന്നുമില്ല. അവരുടെ ബെഞ്ചിൽ ചേംബറോ ഏതാണ്ടുണ്ടോ അവിടെ കൊണ്ടുപോയി ഒരു കത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ അതിനകത്തെ മെയിൻ ആർട്ടിസ്റ്റുകളോടൊക്കെ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു. അവരാരും അന്ന് കൂട്ടാക്കിയില്ല. എനിക്ക് ദൈവമായിട്ട് വേറൊരു വഴിത്തിരിവിലൂടെ ജയ ജയഹയിലൂടെ അതിനു മുമ്പേ എനിക്ക് വന്ന് വീണു ഭാഗ്യം. അതാ ആ കല പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇത് കലയെ ഉപാസിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാകുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ചെയ്യേണ്ടതല്ലേ. അതിനകത്ത് അംഗം ചേരാൻ എങ്ങനെ പറ്റും? 2.5 ലക്ഷം കൊടുത്ത് നമുക്ക് 2,000 ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ 2.5 ലക്ഷം കൊടുത്ത് എങ്ങനെ? കുറേ സിനിമകളാകട്ടെ കുറേശ്ശെ കൊടുത്ത് അംഗം ചേരണം എന്നുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലല്ല ഒരു ഇതും കിട്ടും. 50 വർഷം ഞാൻ നാടകം കളിച്ചതല്ലേ. അപ്പോൾ നാടകം വഴിമുട്ടി ലോക്ക്ഡൗൺ സമയത്തൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് ജീവിതമാർഗം വഴിമുട്ടുമല്ലോ എന്ന് വെച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അവരാരും അതിനൊന്നും ഇപ്പം കണ്ടില്ലേ കാശ് വേണ്ട എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഓരോരുത്തർ പറയും. നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഒരു കത്ത് കൊണ്ട് വെക്കും. ഞാൻ കത്ത് കൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ. അല്ല മറ്റൊന്നും മോശമായിട്ട് നമ്മളോട് അതിന് ഞാൻ പ്രായമായില്ലേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് അനുഭവം ഇല്ല. ഓക്കെ, അഥവാ ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പറയേണ്ടവരോട് ആ സമയത്ത് നല്ല രീതിയിൽ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം മൊത്തത്തിൽ കലാ ഫീൽഡിനെ മൊത്തം ഈ മേഖലയെ തളർത്താൻ വേണ്ടി ഞാൻ ഓരോന്ന് പൊക്കിക്കൊണ്ട് വരാൻ തുടങ്ങിയാൽ എനിക്കും കാണും അനുഭവം. ഞാൻ വരില്ല. കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ അന്നം മുട്ടിക്കാൻ ഞാൻ തയ്യാറല്ല. ആ നാടകത്തിൻ്റെ ബേസിക്കലല്ല, എനിക്ക് സിനിമ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു വേഷം തരാൻ പറഞ്ഞത്. തരാമോ? അപ്പോൾ വേണ്ട, ബെഞ്ചിലൊരു കത്ത് കൊണ്ട് അവിടെ വെക്കുക എന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോയി വെക്കും? അവരെന്ന് കൂടുന്നു? എനിക്ക് ആർക്ക് കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നെ പോലെ ഒരു കലാകാരി അല്ലേ ആ നമ്പരിങ്ങതാ ഞാൻ പരിഹരിക്കാൻ ഞങ്ങൾക്ക് എന്നുള്ള ഒരു വാക്കൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരവസരം ഞാൻ കെഞ്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഞാൻ ഓരോരുത്തരുടെ നമ്പർ വാങ്ങിച്ച് നമുക്ക് ചെയ്യാൻ താല്പര്യം കലാ ഫീൽഡിൽ നിൽക്കാൻ വേണ്ടി.